ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഞാൻ വന്നേക്കണത് എന്താണെന്നറിയോ, ഞങ്ങളുടെ മാളുവിനെ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടെ ഉള്ളത് കറമ്പി മാത്രമാണ്. മാളും പോയി, കറമ്പനും പോയി. അവർ രണ്ടുപേരെയും കൊടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ രാത്രി സമയത്ത് എന്താണ് ഫേസൊന്നും കാണാൻ പറ്റുന്നില്ല, ഇവരെന്താ പെട്ടെന്ന് വീഡിയോ ചെയ്തതെന്ന് ചിന്തിക്കും. ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഈ ഒരു കാരണം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഭയങ്കര സങ്കടം അത് കാരണം അവൾ പോയപ്പോൾ. കാര്യം ശരിയാണ്, ഒരു 10-15 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണ് അവൾക്ക് ഡെലിവറി ഒക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റും ഒരു എന്താ പറയുന്നത്, ഒരു ഇഷ്ടമൊക്കെ വന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ആളൊരു 3-4 ഡെലിവറി കഴിഞ്ഞതാണ്. പക്ഷേ അത് അവർ നമ്മളെ പറ്റിച്ചതാണ്. നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല അവർ എങ്ങനെയാണെന്നുള്ളതൊന്നേ. അത് പറയാതിരുന്ന് നമുക്കും മിസ്റ്റേക്ക് പറ്റി. കാരണം ആ ഒരു അത്രയും ലോങ് പോയി നമ്മൾ പശുവിനെ ആ ഒരു സഞ്ചാരം, പിന്നെ സ്ഥലം അറിയാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളും ഞങ്ങളെല്ലാവരും അപ്പോൾ ഒരു വേഗം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്താനുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഒരു മലയാളിയാണ് നമ്മളെ കൊണ്ടുപോയത്. ഇത് തന്ന ആളൊരു മുസ്ലിമായിരുന്നു, അസ്രുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ. പിന്നെ കൊണ്ടുപോയ ആൾ മണി എന്ന് പറയും. യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ഞാനത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് പറയാം, എനിക്ക് ഭയങ്കര സങ്കടം വന്നാറിനാണ്. കാരണം അവളെ കൊടുക്കേണ്ടി വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് പെട്ടെന്ന്. കാരണം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് ഏകദേശം കിട്ടുന്ന ഒരു 10 ലിറ്ററൊക്കെ പാല് കിട്ടുള്ളൂ. നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പിന് 2 മണിക്കൊക്കെ എണീറ്റിട്ടാണ് നമ്മൾ കറക്കണത്. 2 മണിക്ക് 2:30 എണീറ്റിട്ടാണ് കറങ്ങുക. ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഇതാണ് ചെയ്യണത്. പക്ഷേ ജീവിക്കണ്ടേ, നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അധ്വാനിച്ച് ജീവിക്കണം മരണം വരെ. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരു ഇത് നൽകുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് ആ 2 മണിക്ക് നമ്മൾ എണീക്കുമ്പോഴത്തേക്കും ഇവിടെ വന്ന് പാല് കറന്ന്, പിന്നെ കൂടുന്നില്ല പാല് കൂടുന്നില്ല. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പം അത് കാരണമാണ് കൊടുത്തത് നിസ്സാരം വിലയ്ക്കാണ് വാങ്ങിച്ചിട്ട്. 10 ദിവസമേ ആയിട്ടുള്ളൂ. 11-ാമത്തെ പാലെന്നല്ല 12-ാമത്തെ ദിവസമാണ് ഇന്നത്തേക്ക്. ആ ദിവസം കൊണ്ട് രാവിലെ കിട്ടുന്നത് 9 ലിറ്റർ പാല് രാവിലെ കിട്ടും അല്ലേ ചാക്ക? 9 ലിറ്റർ പാല് രാവിലെ കിട്ടും. വൈകിട്ട് 7 ലിറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇത്തിരി കൂടുതൽ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ അവിടെ ചെന്നത്. കാരണം ഇവിടെയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ നല്ല രീതിയിൽ പാല് കിട്ടുന്ന പശുക്കളാണ്. നമ്മൾ വേറൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ പുള്ളിയുടെ അടുത്ത് നിന്നായിരുന്നു നമ്മൾ എടുത്തിരുന്നു വെച്ച്. പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് എന്തോ കാരണം കൊണ്ട് പുള്ളിയുടെ ഫാം തൽക്കാലത്തേക്ക് നിർത്തി. അപ്പോൾ അത് കാരണം ആണ് നമ്മൾ അവിടെ പോയി എടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറേ ബുദ്ധിമുട്ട് നേരിട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പശുവിനെ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ അവർ പറയുന്ന യാതൊന്നും കേൾക്കരുത്. പശുവിനെ വിൽക്കുന്നവന് അവൻ പറയുന്നതല്ല, നമ്മൾ നമ്മുടെ അറിവ് വെച്ചിട്ട് പശുവിനെ നോക്കണം. പല്ല് എത്രണ്ണം ഉണ്ട്, ആ പല്ല് പൊളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരുപാട് ഡെലിവറി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 8 പല്ലുണ്ടാവും. പിന്നെ കാലിൻ്റെ കുളമ്പിൻ്റെ അവിടെ, ഫ്രണ്ട് കാലിൻ്റെ കുളമ്പിൻ്റെ ബാക്കിൽ നഖം ഇങ്ങനെ ഒരുപാട് ലോങ്ങായിട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പം ഞങ്ങൾ അങ്ങനെ പെട്ടത്. കാരണം ഇത്രയും നാൾ നമ്മൾ പശുവിനെ വളർത്തിയിട്ട് നമ്മൾ ഇത്രയും വലിയൊരു ചതിയിലൊന്നും പെട്ടിട്ടില്ല. കാരണം ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ പശുവിനെ ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പശുവിനെ അപ്പം തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ വന്ന് ആ പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. ചിലത് നമ്മൾ നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ നഷ്ടമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവൾ മോഴയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൾ അധികം നല്ല സ്നേഹവും ഒക്കെ കണ്ടതിനെപ്പറ്റിയൊക്കെ എനിക്കൊരു അറ്റാച്ച്മെൻറ്റ്, എനിക്കങ്ങനെയാണ്, ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് വന്നതിനെ പണിയാണ്. അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് വേഗം നമ്മൾ ആ പശുവിനെ എടുത്തത്. പക്ഷേ അപ്പോൾ അയാൾ പറഞ്ഞ് 2ാമത്തെ പ്രസവമാണ്. അതൊന്നും ആലോചിച്ച് നോക്കണേ. ഒരു മുസ്ലിമായ ഒരാൾ, ഇപ്പോൾ മുസ്ലിം അല്ല, ഇനിയിപ്പോൾ ഏതും ആയിക്കോട്ടെ, കാരണം മൃഗങ്ങളിൽ ഒരിക്കലും വഞ്ചന ചെയ്യാൻ പാടില്ല. കാരണം മൃഗങ്ങളെ ഒരിക്കലും ഇപ്പോൾ 5 ലിറ്റർ കിട്ടുന്ന പശുവാണെന്നുണ്ടെങ്കിൽ ആ 5 ലിറ്ററേ കിട്ടുള്ളൂ എന്നും പറഞ്ഞ് തന്നെ കൊടുക്കണം. ഒരിക്കലും അതിനെ ഒരു 10 ലിറ്റർ കിട്ടും അല്ലെങ്കിൽ 20 ലിറ്റർ കിട്ടും എന്നും പറഞ്ഞ് നിങ്ങൾ ആരും ഒരിക്കലും ഒന്നും പശുവിനെ കൊടുക്കരുത്. കാരണം അത് ദൈവത്തിൻ്റെ ഇതെന്ന ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് തന്നെ കിട്ടും അത് തിരിച്ച്.
അത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യണം. എല്ലാ കാര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. നാൽക്കാലികളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും നാൽക്കാലികളെ വാങ്ങിക്കാൻ വന്നവരാ നമ്മൾ ഒരിക്കലും പറ്റിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പശുക്കളെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് പശുക്കളെ ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ആ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ ഞങ്ങൾ പശുക്കളെ ട്രീറ്റ് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുങ്ങൾ ഒരു ഇത്തിരി അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ അഴുക്കൊക്കെ ഞങ്ങൾ കോരി മാറ്റി ക്ലീൻ ചെയ്തിട്ടേ ഞങ്ങൾ കിടക്കുകയുള്ളൂ. അത് അന്നും അതെ ഇന്നും അതെ, അതിൽ യാതൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടില്ല. പക്ഷേ ഈ തവണ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. കാരണം മേടിച്ച ഉടനെ തന്നെ സാധാരണ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 പ്രാവശ്യം കുത്തിവെപ്പ് എടുത്ത് നോക്കിയിട്ട് ചെന പിടിച്ചില്ലെങ്കിലൊക്കെയാണ് അപൂർവം ചിലതിനെയൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ പുതിയ തൊഴുത്തൊക്കെ ഇട്ടിട്ട് ആദ്യം കയറ്റിക്കൊണ്ടുവന്ന പശുക്കളാണ്. അപ്പോൾ അവരെ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയണേ, ഒരുപാട് സങ്കടം. എനിക്കത് പറയാൻ പറ്റണില്ല. അപ്പോൾ കറമ്പി ടെററായി നിൽക്കുവാണ്. അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കറമ്പിക്ക് ദേഷ്യം വന്നിട്ട് കറമ്പി എങ്ങനെ അങ്ങോട്ട് കൊമ്പൊക്കെ അങ്ങോട്ട് എടുത്ത് കണ്ട ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ദേഷ്യം. കാരണം മാളു പോയി, ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അവൾ പോയി. അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കണേണ്. മുഖമൊന്നും തിരിക്കണമൊന്നുമില്ല. ഇനി ഞാൻ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പണിയാണ്. ഇപ്പം ഞാൻ ആലോചിക്കണം അതല്ല, ഇനി നാളെ കറക്കാനായിട്ട് എന്ത് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാളു കറമ്പി ഇങ്ങോട്ട് നോക്കിയേ, വന്നേ, ഇവിടെ വന്നേടി, ഇവിടെ വന്നേ. മക്കളുടെ വിചാരം ഞാനാണ് കൊടുത്തതെന്നാ. കൊടുത്ത ആളതെ അവിടെ നല്ല സുഖമായിട്ട് ഇരുന്ന് സൈലേജ് കൊടുത്തോണ്ടിരിക്കുവാണ്. അതാ ഇതിലൊന്നും പെടാത്ത ആളാണ് ഞാൻ. അപ്പം ഇവിടെ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ എൻ്റെ മക്കളാണ്. 2 ഒളിച്ച് പാത്തിരിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ MBBS പഠിക്കുന്ന ആൾ. ഇത് 9th പഠിക്കുന്ന ആൾ. ഫേസ് കാണിക്കില്ല. ഇത് ഞങ്ങളുടെ സുനന്ദിനി. കറമ്പനാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ കറമ്പിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന്. വേണ്ട, അപ്പം അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കറമ്പി എന്ത് ചെയ്യും, ഫേസ് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും. ഇഷ്ടപ്പെടുന്നില്ല. തലയൊക്കെ ഇട്ട് കുടിക്കണം. ദേഷ്യം വരുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാനിപ്പോൾ ആകെ ടെൻഷനില്ല. എന്താടി കറമ്പു, ഞാനല്ലല്ലോ അടി ചെയ്തത്, നിൻ്റെ കൂട്ടുകാരിനെ കൊടുത്തത് ഞാനല്ല. അത് നീ എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഇഷ്ടാവണില്ല. എൻ്റെ ഉടുപ്പ് ഞാൻ മാറ്റിയത്. പ്രതിഷേധം. മൂത്രം ഒഴിക്കൽ, അപ്പിടൽ, അതൊക്കെയാണ് ഇപ്പോൾ അവൾക്കുടെ പ്രതിഷേധം. ടെൻഷൻ കൊണ്ടാട്ടാ, വേറെ ഒന്നും കൊണ്ടല്ല. ടെൻഷൻ കൊണ്ടാണ് അവളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അവൾ പോണ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.